അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നിങ്ങൾ ബട്ടർ കഴിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ ഭക്ഷണത്തിനൊക്കെ കഴിക്കുന്ന പാലുകൊണ്ടുണ്ടാക്കുന്ന ബട്ടർ, സുബദ്. ആ ഇനി എന്താന്ന് മനസ്സിലാകാത്തുണ്ടെങ്കിൽ നമ്മുടെ പുതിയ പാഠം നോക്കണേ. ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, എന്താണത്? ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നമ്മുടെ വീട്ടിൽ ഉപ്പച്ചി ചിലപ്പോൾ കൊണ്ടുവരാറില്ലേ ബട്ടർ. ആ അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ ഇന്നൊരു പുതിയ അക്ഷരം പഠിക്കാൻ പോവാണ്. ഏതാ അറിയാവോ? നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു അക്ഷരം. ഏതാണിത്? റ. റ എന്ന അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിന്ന് ആ റായിനൊരു പുള്ളി കൊടുക്കാം. ഒരു പുള്ളി പുള്ളി കൊടുക്കുക. ഇതിൻ്റെ പേരെന്താ അറിയോ? സായി. സായി സായി സായി. അപ്പോൾ ഈ സായി എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കട്ടെ, നമുക്ക് ആ പാഠം നോക്കാം. എന്താ ഒന്നാമത്തെ അക്ഷരം? സു അല്ലേ? ഇത് സായി. അപ്പൊ ഇത് നമ്മിട്ടാൽ സു. സു ബദ്. സുബദ്. സുബദ് ബട്ടർ. സുബദ് ബട്ടർ. അപ്പോ സുബദ്. ഇനി നമുക്ക് ബാക്കിയൊക്കെ എല്ലാം ശ്രദ്ധിച്ചാൽ കിട്ടും കേട്ടോ. നോക്കേ, ഒന്നാമത്തെ എന്താണ്? അടുത്തെന്താണ്? കണ്ടോ? അടുത്ത് അടുത്തെന്താ? ഹിസ്ബുൻ. അടുത്തത് ഹിർസൻ. അടുത്ത് ഖുബ്സുൻ. റിജ്സിൻ. ജുസ്. സായി. ആ സായിക്ക് നമുക്ക് കളർ കൊടുക്കാം അല്ലേ? പെൻസിൽ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരക്കുമ്പോൾ സായി 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 എന്ന് പറഞ്ഞിട്ട് വരക്കണം കേട്ടോ. അപ്പോൾ സുബദ്. എന്താണ്? സുബദ്. കണ്ടോ? സായി കണ്ടോ? അതിന് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? സുബദ്. സുബദ് ബട്ടർ. ബട്ടർ. അപ്പൊ ഇതെന്താണ് അക്ഷരം? സായി. അപ്പൊ സുബദ്. അപ്പൊ ഈ പാഠം നന്നായി ഒന്ന് വായിച്ച് ഈ സാസൂസി എന്ന് ഒരു 3 വരി എഴുതട്ടോ. അപ്പൊ നമുക്ക് അക്ഷരം ഇങ്ങനെ വായിച്ച് എഴുതണം കേട്ടോ. സാസൂസി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സായി എന്ന അക്ഷരം പഠിച്ചു അല്ലേ? നിങ്ങൾക്കിപ്പോ സായി കിട്ടിയാൽ തന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലേ? അതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് അതിന്റെ തെദിരിബാത്ത് നോക്കാം. നഖ്റ, നമുക്ക് വായിക്കാം. എന്താണ്? ഹിർസുൻ. നിങ്ങൾക്ക് ഒറ്റക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? ഹിർസുൻ. കണ്ടോ? സായി. അടുത്ത് ജുസ്ഉൻ. അടുത്തത് സുബുറുൻ. അടുത്തത് സബദുൻ. അടുത്ത സായിക്ക് നമുക്ക് ഒരു ചതുരം വരച്ചു കൊടുക്കാം. ഇങ്ങനെ സായിയെ കണ്ടാൽ. അപ്പൊ എല്ലാം പറ്റൂട്ടോ. എന്താ ഒന്നാമത്തെ? ജസ്മുൻ. കണ്ടോ? കണ്ടില്ലേ? അതിനൊരു ചതുരം വരക്കാം. റംസൻ. കണ്ടോ? ചതുരം വരക്കാം. നുസൂലുൻ. ചതുരം വരക്കാം.
ഉൻസില സി ഉണ്ടോ ഉൻസി. അടുത്ത് സംസം, അതിൽ എത്ര ഉണ്ട്? എത്ര? ആ, രണ്ടില്ലേ, രണ്ടെണ്ണം ഉണ്ട് അല്ലേ? ആ, നല്ല കുട്ടികളാ. അടുത്ത നക്തുബ് നമുക്ക് എഴുതാം, എളുപ്പമുള്ളതാ. ഹോ ബ് സോൻ, ഹോ ബ് സോൻ, ഹോ ബ് സോൻ. ഹിസ്ബുൻ, 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 ഹിസ്ബുൻ. തസീദ്, തസീദ്. റിജ്സൻ, റിജ്സൻ. ഇത് നമുക്ക് എഴുതാം. ഹുബ്സൻ, ഹുബ്സൻ ഒന്ന് നോക്കാം. ഹുബ്സൻ, ഹുബ്സൻ, ഹുബ്സൻ. ഹുബ്സുൻ അല്ലേ? ആ, ഹുബ്സുൻ, ഹുബ്സുൻ, ഹുബ്സുൻ. അപ്പോൾ നിങ്ങൾ എഴുതുക നഖ്റഉ മിനൽ ഖുർആനി, ഖുർആനിൽ നമുക്ക് ഓതി നോക്കാം. എന്താണ് ഒന്നാമത്തേത്? സുബുറൻ, സുബുറൻ. ഖുർആനിലെ പോലെ നിർത്തുമ്പോൾ സുബുറ. അടുത്ത് തസ് ദ തസ്ദരി. അടുത്ത് റിജ്സൻ, റിജ്സൻ. ഓതുമ്പോൾ നിർത്തുകയാണെങ്കിലോ റിജ്സ. അപ്പോൾ ഇതിലുള്ള ഈ ഹോംവർക്കുകളൊക്കെ ചെയ്യട്ടോ, വളരെ ഭംഗിയായിട്ട് ചെയ്യുക. അസാസൂസി എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.